പ്രണയം എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടും കേട്ടും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സംഗതിയേ അല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും പ്രണയത്തിലാകുന്നത് നമ്മൾക്ക് ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പ്രണയത്തിലായിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട്. അതിനോടാണ് നമ്മൾ പൊതുവെ പ്രണയത്തിലാവുക. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ശരിക്കും അത് അറിയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യും. അതുപോലെ പിന്നെ നമ്മൾ കമ്പയർ ചെയ്യാനൊക്കെ തുടങ്ങും. നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടുമുള്ള പല ബന്ധങ്ങളുമായിട്ട്, പല ആളുകളുടെ റിലേഷൻഷിപ്പൊക്കെ ആയിട്ട് നമ്മുടെ പ്രണയബന്ധത്തെ നമ്മൾ കമ്പയർ ചെയ്യും. അത് എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽഡ് ആവാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഡിസപ്പോയിൻറ്റഡ് ആകും. അപ്പോൾ അതിന് പകരം നമ്മൾക്ക് എന്താണോ ലൈഫിൽ നമ്മളുടെ പ്രണയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, നമുക്ക് എന്താണോ വേണ്ടത്, അതിൽ വരുന്ന എല്ലാ എക്സ്പെക്റ്റേഷനും നമ്മൾ തന്നെ ഫുൾഫിൽ ചെയ്യാം. ചിലപ്പോൾ അത് കെയർ ആയിരിക്കും, ചിലപ്പോൾ അതിൽ ടൈം, അൺഡിവൈഡഡ് അറ്റൻഷൻ ആയിരിക്കാം, ഗ്രോത്ത് ആയിരിക്കാം. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും തന്നെ പ്രണയത്തോട് ചേർത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ഫുൾഫിൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ സ്നേഹിക്കുന്ന ആൾക്ക് അൺകണ്ടീഷണലായിട്ട് സ്നേഹം കൊടുക്കാൻ, അവിടെ നിന്ന് അൺകണ്ടീഷണലായിട്ട് അവർ തരുന്ന സ്നേഹം അതേപടി സ്നേഹിക്കാനുമായിട്ട് നമ്മൾ തയ്യാറാവുക. അതിന് നമ്മൾ റെഡി ആവുക എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.